ഹലോ ഗായ്സ്, ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു. അപ്പോൾ 2026 വർഷം വന്നിരിക്കുകയാണ് ഗായ്സ്. 2026. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഈ വർഷം ഏറ്റവും നല്ലൊരു വർഷമായിരിക്കട്ടെ. എനിക്ക് 2025 നല്ലൊരു വർഷമായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും നല്ല വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കും അതുപോലെ തന്നെ 2026 ഏറ്റവും നല്ല വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഗായ്സ്, നമ്മളിതാ ഇന്നിവിടെ പടക്കം പൊട്ടിക്കാൻ പോവാണ്. ഇത് ഒരു വ്ളോഗാണ്. ഇന്ന് ഞാനൊരു വ്ളോഗാണ് ഉദ്ദേശിച്ചത്. ഇതിനകത്ത് പടക്കം നമ്മൾ ന്യൂ ഇയർ ആയിട്ട് ചുമ്മാതൊക്കെ ഇങ്ങനെ ഒരു ഹാപ്പി റിസീവ് ചെയ്യാൻ ഒരു രസം ഉണ്ടാവില്ല. കുറച്ച് പടക്കം പൊട്ടിക്കാൻ ആവശ്യിക്കണ്ടേ. അപ്പോൾ പടക്കം പൊട്ടിക്കാം. ആദ്യം നമുക്ക് മത്താപ്പി തന്നെ തുടങ്ങാം, പൂത്തിരി തന്നെ തുടങ്ങാം ഗൈസ്. അപ്പോൾ ഗൈസ് വരൂ, നമുക്ക് പൂത്തിരി കത്തിക്കാം. അപ്പോൾ നമ്മളിതാ മത്താപ്പ് കത്തിക്കാൻ പോവാണ് ഗൈസ്. നമുക്ക് കാണാം മത്താപ്പ് കത്തിക്കണം, നമുക്ക് കാണാം ഗൈസ്. മത്താപ്പ് കത്തിക്കാൻ പോവാണ് ഗൈസ്. നമുക്ക് കത്തിക്കട്ടെ. നമ്മളിതാ മത്താപ്പ് കത്തിക്കുന്നു ഗൈസ്. മത്താപ്പ് കത്തിക്കുന്നു. നമ്മളിതാ മാലപ്പടക്കം കത്തിക്കാൻ പോകുന്നു ഗൈസ്. ഇതാ മാലപ്പടക്കം പൊട്ടാൻ പോകുന്നു ഗൈസ്. നമ്മളിതാ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, പോക കണ്ട ഗൈസ്. എന്താണ് സംഭവിച്ചത് എനിക്ക് മനസ്സിലാവല്ല. മോനെ കിടു, എന്റെ ഫോണിൽ വരെ തെറിച്ച് പോയി. ഫോണിൽ വരെ തെറിച്ച് അമ്മാരി പൊട്ടല്. ഇതാണ് ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. വീണ്ടും വീണ്ടും അടുത്തത് ഗുണ്ടാണ്. ഇനി നമുക്ക് ഗുണ്ടിലേക്ക് കിടക്കാം. ഗുണ്ടിലേക്ക് കിടക്കുമ്പോൾ ഇതിലൊക്കെ ശബ്ദമുണ്ടാകുമോ, ഗുണ്ടിൽ ശബ്ദമുണ്ടാകുമോ എന്നൊക്കെ നോക്കാം. അടുത്ത ഗുണ്ടെടുക്കാം ഗൈസ്. നമുക്ക് അടുത്തത് ഗുണ്ട് കത്തിക്കാം. ഗുണ്ട് പൊട്ടുമോ അതോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇതാ ഗുണ്ട് നമുക്ക് പൊട്ടിക്കാം. ഗുണ്ട് പൊട്ടിക്കാം. ഇതാ ഗുണ്ട് കത്തിക്കാം ഗൈസ്. ഗുണ്ട ആരും പരീക്ഷിക്കണ്ട, ഭയങ്കര റിസ്ക്കാണ്. എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന്. വേറെ ഒന്നുമില്ല, ഒറ്റ ഗുണ്ടേ കത്തിച്ചുള്ളൂ. ബാക്കി കൊണ്ട് ഞാൻ കത്തിച്ചില്ല. കത്തിക്കാൻ താല്പര്യമില്ലാത്തവരെ കത്തിക്കുന്നില്ല. കുറച്ച് കൊണ്ട് മേടിച്ചായിരുന്നു, അത്രയും കത്തിക്കുന്നില്ല ആരും. ഞാൻ ആ ഗുണ്ട് നിങ്ങൾ കണ്ട വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഈ ഗുണ്ട് കത്തിച്ച് ഒരു സെക്കൻഡ് കൊണ്ട് മാറാൻ പറ്റില്ല. അപ്പോൾ കത്തിന് തീയനത് കൊടുത്തപ്പോൾ തന്നെ ടിന്നൊരു പൊട്ടി. അപ്പോൾ അതിൻ്റെ കയ്യിൽ ചെറുതായിട്ടൊന്ന് വീണ്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പാറിയിട്ടൊന്നിട്ട് പൊള്ളിട്ടുണ്ട്. ചെറുതായിട്ട്, വളരെ ലൈറ്റ്, വലിയ വേദന ഒന്നുമില്ല, ചെറുതായിട്ടൊന്ന് പൊള്ളി. അപ്പോൾ ആരും ഗുണ്ട് മാത്രം കത്തിക്കാൻ. മാലപ്പടക്കം പിന്നെ അതിൻ്റെ ആ തിരി ഇച്ചിരി നീളമുള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഗുണ്ട് അതുപോലെ ഭയങ്കര റിസ്ക്കാണ്. ഗുണ്ട് ശബ്ദവും കിടുവാണ്. പക്ഷേ ഗുണ്ട് പിന്നെ ഞാനിപ്പോൾ തീപ്പെട്ടി കൈ കൊണ്ടാണ് കത്തിച്ചത്. അതേ പിന്നെ കമ്പിത്തിരി വെച്ച് വേണം. പക്ഷെ എന്നാലും കാര്യമില്ല. ഞാനിത് ഗുണ്ട് എന്തുകൊണ്ട് ഒപ്പിച്ചും കാര്യമില്ല. ഞാൻ ഇവിടെ നിന്ന് മാറിയത് എൻ്റെ നേരെ മേത്തേക്ക് അടിച്ചു. ഗുണ്ട് കയ്യിലേക്ക് അടിച്ചതാണ്. കയ്യിലേക്കാണ് അടിച്ചത്. നേരെ മേത്തേക്ക് ആണ് അടിച്ചത്. അപ്പോൾ കമ്പിത്തിരി വെച്ച് അങ്ങനെ മാറിയാലും ഞാൻ മേത്തിൽ അടിക്കും. അപ്പോൾ അതിൽ കയ്യിലൊക്കെ ഗുണ്ട് ആരും പരീക്ഷിക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തത് നമുക്ക് ഒരു മത്താപ്പും കൂടെ ഉണ്ട്, അതുകൊണ്ട് കത്തിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് അടുത്ത മത്താപ്പ് കത്തിക്കാം. നമുക്കിനി ഒരു മത്താപ്പും കൂടെ ഉണ്ട്, അതുകൊണ്ട് കത്തിക്കാം. അത് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി ഉള്ളത് കുറച്ച് ഓലപ്പടക്കമാണ്. ഓലപ്പടക്കം അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടിക്കാം. ഇനിയിപ്പോൾ ആദ്യം നമുക്ക് മത്താപ്പ് കത്തിക്കാം. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞ പോലെ ഗുണ്ടാരും പരീക്ഷിക്കണ്ട, അത്രയ്ക്ക് റിസ്ക് ഉണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ ആരും പരീക്ഷിക്കരുത്. എൻ്റെ പ്രായത്തിൽ ഇപ്പം ഞാൻ തന്നെ ഇത്രയും പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ അച്ഛന്മാർ വലിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കത്തിച്ചോ. അല്ലാത്തവർ ഒരിക്കലും ഗുണ്ട് കത്തിക്കാൻ നിൽക്കേണ്ട, ഭയങ്കര റിസ്ക്കാണ്. എൻ്റെ ചെറുതായിട്ടൊന്ന് പൊള്ളിയതുള്ളൂ, ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ആരും ഒരിക്കലും ഗുണ്ട് കത്തിക്കാൻ നിൽക്കരുത്. ബാക്കി എല്ലാ പടക്കങ്ങളും റിസ്ക്കാണ്. പക്ഷേ ഗുണ്ടും മാലപ്പഴം അങ്ങനെ സംഭവങ്ങളൊന്നും നിങ്ങൾ പിള്ളേർ ഒരിക്കലും കത്തിക്കാൻ നിൽക്കേണ്ടത്. റിസ്ക്കാണ്, ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ നമുക്ക് അടുത്തത് മത്താപ്പൂരും ഉണ്ട്. ആ മത്താപ്പ് കത്തിച്ച് നമുക്ക് ന്യൂ ഇയർ ഒന്നും കൂടെ ആഘോഷിക്കാം. നമുക്കിനി ഒരു മത്താപ്പും കൂടെ ഉണ്ട്, അതുകൊണ്ട് കത്തിക്കാം. അത് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി ഉള്ളത് കുറച്ച് ഓലപ്പടക്കമാണ്. ഓലപ്പടക്കം അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടിക്കാം. ഇനിയിപ്പോൾ ആദ്യം നമുക്ക് മത്താപ്പ് കത്തിക്കാം. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞ പോലെ ഗുണ്ടാരും പരീക്ഷിക്കണ്ട, അത്രയ്ക്ക് റിസ്ക് ഉണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ ആരും പരീക്ഷിക്കരുത്. എൻ്റെ പ്രായത്തിൽ ഇപ്പം ഞാൻ തന്നെ ഇത്രയും പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ അച്ഛന്മാർ വലിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കത്തിച്ചോ. അല്ലാത്തവർ ഒരിക്കലും ഗുണ്ട് കത്തിക്കാൻ നിൽക്കേണ്ട, ഭയങ്കര റിസ്ക്കാണ്. എൻ്റെ ചെറുതായിട്ടൊന്ന് പൊള്ളിയതുള്ളൂ, ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ആരും ഒരിക്കലും ഗുണ്ട് കത്തിക്കാൻ നിൽക്കരുത്. ബാക്കി എല്ലാ പടക്കങ്ങളും റിസ്ക്കാണ്. പക്ഷേ ഗുണ്ടും മാലപ്പഴം അങ്ങനെ സംഭവങ്ങളൊന്നും നിങ്ങൾ പിള്ളേർ ഒരിക്കലും കത്തിക്കാൻ നിൽക്കേണ്ടത്. റിസ്ക്കാണ്, ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ നമുക്ക് അടുത്തത് മത്താപ്പൂരും ഉണ്ട്. ആ മത്താപ്പ് കത്തിച്ച് നമുക്ക് ന്യൂ ഇയർ ഒന്നും കൂടെ ആഘോഷിക്കാം. ഗൈസ്, മത്താപ്പ് രണ്ടാമത്തെ മത്താപ്പ് കൂടെ നമ്മൾ കത്തിക്കുന്നു ഗൈസ്. ഗൈസ്, നമുക്ക് അടുത്തത് ഓലപ്പടക്കം കത്തിക്കാം. നമുക്ക് ഞാൻ മെഴുകിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓലപ്പടക്കം കത്തിച്ച് നമുക്ക്, അപ്പോൾ ഓലപ്പടക്കം ഇതാണ്. ഓലപ്പടക്കം കാണാം. എന്താ ഓലപ്പടക്കം, നമുക്ക് ഇത്ര ഓലപ്പടക്കങ്ങളുണ്ട്. ഓരോന്നോരോമായിട്ട് കത്തിച്ച് നമുക്ക് എറിയാം.
നമുക്കറിയാം ഇത് ആദ്യത്തെ ഓലപ്പടക്കമാണ്. അറിയാം കത്തിച്ച് പൊളേ കൈസ്. എങ്ങനെയുണ്ട് കൈസ്? ഓലപ്പടക്കവും മാല കയറ്റം എല്ലാം ഒന്നിനൊന്നിന് മെച്ചമാണ് കൈസ്, ഒന്നിനൊന്നിന് മെച്ചം. ഒരു പടക്കങ്ങളും സുരക്ഷിതമോ എളുപ്പമോ ഒന്നുമല്ല, എല്ലാം ഡേഞ്ചർ തന്നെയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വ്ളോഗ്. ഇതൊരു ചെറിയ വ്ളോഗായിരുന്നു. നമ്മുടെ ന്യൂ ഇയറിൻ്റെ ആഘോഷത്തിന് നമ്മൾ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. ചെറിയൊരു പൊള്ളലേച്ചു, അത് കാര്യമാക്കുന്നില്ല. നല്ല ഒരു പുതിയ വർഷം വരുമ്പോൾ നല്ലതുകൂടെ തുടങ്ങരുത്. നല്ലതുകൂടെ തുടങ്ങിയാൽ അത് മിക്കതും മോശമായി പോകും. പക്ഷേ മോശത്തോടാണ് നമുക്കെന്തെങ്കിലും മോശത്തോടെയാണ് തുടങ്ങണമെങ്കിൽ നല്ല വർഷമായിരിക്കും. അതാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ചെറിയ കൂടാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അതൊരു ചെറുത്ത തടിച്ചിരിക്കുന്നത് അത്രയേ ഉള്ളൂ, വേറെ വേദന ഒന്നുമില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, ആരും ഡേഞ്ചറായിട്ട് ഇങ്ങനെ പൊട്ടിക്കരുത്. ഞാനത് ഇത്രയും കെയറായിട്ടാണ് പൊട്ടിച്ചതെങ്കിൽ എനിക്ക് അപകടം പറ്റി. അപ്പോൾ നോക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും കൂടെ അവസാനമായിട്ട് ഒന്നും കൂടെ ഞാൻ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നു. എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ. എല്ലാവർക്കും എല്ലാ ജീവിതത്തിലും നല്ല ഐശ്വര്യവും നല്ല അനുഭവങ്ങളും നല്ല ലക്ഷ്യം കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.